അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ നവാസിനെ കാണുവായിട്ട് വല്ലാത്ത വിഷമം. വിളിച്ചിട്ടില്ല എൻ്റെ കുട്ടി, ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങനെ അതാ ഐഷമ്മ ഷമ്മാസൊന്നും കാണാതെ ആ ഫോണിൽ നിന്ന് നമ്പർ എടുത്തു. അന്ന് വന്ന ആ നമ്പർ ഉമ്മ തപ്പി പിടിച്ചെടുത്തു. വിളിച്ചു നോക്കട്ടെ, എന്താ പോൻ ഇങ്ങനൊരു പുതുമാതിരി. ഒന്നുമില്ലെങ്കിലും അവനെ പെറ്റ തള്ളനെ പോലും അവനക്ക് ഓർമ്മയില്ലേ. മുഹറം 9, 10 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, എല്ലായിടത്തും പൊതു അവധിയും കൂടി ഉള്ള ദിവസമാണ് ഈ 10 എന്ന് പറഞ്ഞാൽ. അന്നും കൂടി ഓനക്ക് വല്ലാത്തൊരു പുതുമന. എങ്ങനെ അമ്മാരും തള്ളാരും ഓർമ്മയില്ല ഞാനിപ്പോൾ അങ്ങനെ ശരിയാവുമോ? ഏത് നേരം ഈ ബിസിനസ് അത് ഇത് നടന്നിട്ട് ഇപ്പം എന്താ, അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. എൻ്റെ കുട്ടി എവിടെ എനിക്കൊന്ന് കണ്ടുപിടിച്ചണം. അപ്പോൾ തന്നെ അതാ ഐഷമ്മ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് അതാ രാഹുൽ ഒരു നിമിഷം, ഈ നമ്പറിലേക്ക് ഇത്, ഹലോ, മോനെ, ഇത് ഉമ്മന്നടാ. എവിടെ കുട്ടി? നവാസേ മോനെ. എന്നാൽ ആ ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അതെ, ഇത് വിളിച്ചത് അന്ന് എൻ്റെ ഫോണിൽ നിന്ന് നജീബ് സാറ് വിളിക്കാൻ പറഞ്ഞ ആ വ്യക്തിയുടെ ഉമ്മയാണ്. ഒരു നിമിഷം അതാ ജയിലിൽ ഓഫീസിലായിരുന്ന അദ്ദേഹത്തിന് എന്ത് പറയണമെന്നായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഒരു നിമിഷം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അതെ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അതവരുടെ മകനല്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിയും, ഉറപ്പായിട്ടും. എന്നാൽ നജീബ് സാർ അന്ന് പറഞ്ഞത് പ്രകാരം തന്നെ ഇന്നും രാഹുൽ നേരെ പോയി, മറ്റെങ്ങോട്ടുമല്ല, ജയിലിൻ്റെ ആ ഉള്ളറയിലേക്ക് ഓടി. എന്ത് സർ? എന്നാൽ ആ ഫോൺ ഒന്ന്, മോനെ എന്താട ഒന്നും മിണ്ടാത്തത്? എൻ്റെ പൊന്നാര കൊട്ടിയെ, മുഹറം 10 എൻ്റെ ആ കൂറ്റൊന്ന് കേൾക്കാൻ പൂതിയായിട്ടാണ് എനിക്ക്. വല്ലാത്തൊരു പുതുമന്നാണ്. ഉമ്മാൻ്റെ കുട്ടി ഒന്നും മിണ്ടി നോക്കി കാണേ. എന്താ ഇത്ര പേര് തെറ്റില്ല? ഉമ്മാനോടൊക്കെ തെറ്റില്ല ചേ? ശരിക്കും അതാ ആ ഉമ്മ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. എന്നാൽ അവൻ ആ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ ഓടുന്നു. എന്നാൽ ഈ സമയം അതാ സുജൂദിലായി കിടക്കുന്ന രീതിയിലാണ് കണ്ടത്. ഒരു നിമിഷം അവൻ, ഹേയ് നവാസ്, നവാസ്, ഇതാ ഫോൺ. അതെ, സംസാരിക്കുന്ന ഭാഗം പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊടുത്തത്. ഒരു നിമിഷം അവൻ ഞെട്ടി. ആരാ? മോനെ നവാസേ, എന്തിൻ്റെ കുട്ടി മിണ്ടാത്തത്? വീണ്ടും ഉമ്മയുടെ ആ ഒരു ശബ്ദമാണ് രാഹുൽ കേട്ടത്. അതോടുകൂടി അത് അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു. ഹലോ മോനെ നവാസേ, എന്തെൻ്റെ പൊന്നാര കുട്ടിയെ, ഞാൻ ഇത്രയും വർത്താനം പറഞ്ഞിട്ട് കേട്ടില്ലേ ഉമ്മ? അതെ, അവൻ കരച്ചിലിൻ്റെ ലാഞ്ചനയോടുകൂടെ ഉമ്മയെ വിളിച്ചു. എന്നാൽ ഒരു നിമിഷം രാഹുൽ പറഞ്ഞു, കരയണ്ട എന്നുള്ള രീതിയിൽ, ഉമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ആംഗ്യം കാണിച്ചു. ഉമ്മ, മോനെ എന്താ എൻ്റെ ശബ്ദമൊക്കെ എങ്ങനെ? എവിടെയാണ്, കിടക്കുകയാണോ? അല്ലുമ്മ, ഞാൻ നിസ്കരിച്ച്. എൻ്റെ കുട്ടി നല്ലോണം തോരക്കിട്ടോ. എന്നാലും എൻ്റെ പൊന്നാര മോനെ, മുഹറം 10 ഉമ്മാൻ്റെ കുട്ടി വിളിച്ചായിട്ട്. ഇന്നലെ ഇപ്പം വിളിച്ചീനേ, ഇന്നലെ ഫൈസൽ വിളിച്ചു കണ്ട് കാര്യമൊക്കെ എന്നോട് ചോദിച്ചു. അല്ലമ്മ, നവാസ്ക്ക് എവിടെയാണ്, എന്ത് ബിസിനസ്സിനാണ് പോയിക്കണം? ഞാൻ പറഞ്ഞു മുംബൈക്കാണ് പോയിക്കണമെന്നൊക്കെ പറഞ്ഞു. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടി എന്തിപ്പോൾ വിളിച്ചൊന്നും ചെയ്യാത്തത്? എനിക്കൊരു പൊറുതിയോടൊന്ന് പോന്നൂടേനെ. ഈ നല്ലൊരു ആണ്ടർദ്യായിട്ട് ഇജ്ജ് അവിടെ നിൽക്കുകയെ. എനിക്കും കാണാൻ പൂതില്ല. എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ കുട്ടികളും എല്ലാവരും ഇവിടെ ഉണ്ട്, എൻ്റെ ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. മോനെ, ഉമ്മാൻ്റെ കുട്ടി വന്നില്ലല്ലോ. എൻ്റെ കുട്ടി എന്തിപ്പോൾ ഇങ്ങനെ ആയിപ്പോയത്? എന്നാലും മോനെ, എന്നാലും ആ പെണ്ണിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണ്ടേ? ഫസീലാക്ക് ഇപ്പം തുടങ്ങല്ലേ, എന്തിനൊക്കെ പൂതി ഉണ്ടാവും, പലതിനും പൂതി ഉണ്ടാകുന്ന ടൈമാണ്. അതിപ്പോൾ ഒക്കെ ഷാമോനോട് പറഞ്ഞ് മോശമല്ല. പിന്നെ ചാങ്ങളാർ പോലെ കുഞ്ഞ് നോക്കായിട്ടും കൊണ്ടുപോയിട്ടൊന്നുമല്ല. എന്നാലും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ കുറച്ച് കാര്യങ്ങളൊക്കെ. എന്നാലും എൻ്റെ കുട്ടി അങ്ങനെ കാട്ടിയത് മോശമായിപ്പോയിട്ടാ. എന്തായാലും മുഹറം 10 എല്ലാവരും നോമ്പ് തുറക്കാൻ അങ്ങോട്ട് വിളിച്ചാണ്. എല്ലാവരും എന്ന് വെച്ചാൽ ഫസീലും മക്കളും ഉമ്മയും ബാപ്പയും കുഞ്ഞും പിന്നെ മറ്റോടത്തുനിന്നേ സൗദൻ്റെ പാവറ്റങ്ങൾ പാവങ്ങളല്ലേ, ഓലും വിളിച്ചാൽ അങ്ങനെ. ഇനിയിപ്പോൾ നുസൈബാൻ്റെ അടുത്തും ഇനിയിപ്പോൾ വരാൻ ചാൻസ് ഇല്ല. വിളിച്ചാലും തന്നെ ഇനിയിപ്പോൾ ഓല് അങ്ങനെ കഴിയണവരല്ലേ ഓല്. പിന്നെ ഓലെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകും, അങ്ങനെ കേൾക്കാരം. പിന്നെ ഓല് വയസ്സായ ഉമ്മക്ക് ഉള്ളതല്ലേ. അപ്പോൾ ഇനി ഏതായാലും വിളിച്ച് നോക്കാം. ഞാൻ പറയാം, ഇനിയിപ്പോൾ പെരുന്നാളായാലും നോമ്പ് തുറക്കലൊക്കെ ആയാലും ഒക്കെ ഇവിടെ നിന്നാണ് കഴിച്ചതന്നല്ലേ നല്ലത്.
ഇവിടെ ഏതായാലും മുറ്റത്ത് എമ്പാടും സ്ഥലമുണ്ട്, എങ്ങനെ വെച്ചാലും സീറ്റിട്ട് ഇരിക്കും ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഉമ്മാൻ്റെ കുട്ടി പോരുമോ? നോമ്പ് തുറക്കുമ്പോഴത്തേന് വരും ഉമ്മാൻ്റെ കുട്ടി? ഉമ്മ ഞാൻ ഇല്ലമ്മ, ഞാൻ കുറച്ച് ദിവസം കഴിയും. എൻ്റെ കുട്ടീൻ്റെ വർത്തമാനത്തിൽ ഒരു വീഡിയോ കോൾ ചെയ്യട്ടെ ഉമ്മ, ഒന്നേ കാണാൻ പൂതിയായിട്ടാണ്. പെട്ടെന്ന് നവാസ് ഞെട്ടി. ഉമ്മ അതിപ്പോൾ പറ്റൂല, ഞാനിപ്പോൾ അവിടെ അല്ല, ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള സമയത്ത് എനിക്കത് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും പറ്റൂലമ്മ, ഇവിടെ മുംബൈ നഗരമാണ്, നമ്മളെ നാട്ടിലത്തെ പോലെയൊന്നുമല്ല, ഗൾഫിലും ഇത്ര ഇതില്ല, ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആ ആയിക്കോട്ടെ അല്ലേ, എന്നൊരു ഫോട്ടോ വിടി, ഉമ്മാനോട്ടൊരു സെൽഫിയെങ്കിലും എടുത്ത് വിട്ടാണേ, കാണാൻ പൂതിയോണ്ടാണ് ഒന്ന് വിടി. ശരിക്കും ഐഷുമ്മ മകനോട് കെഞ്ചുകയാണ്. നവാസിനെ കാണുവാൻ ഉമ്മക്ക് വല്ലാത്ത ആഗ്രഹം, മറ്റൊന്നുമല്ല, ഫൈസൽ പിന്നെ ഗൾഫിലാന്നൊക്കെ. ഇതിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മുങ്ങിക്കല്ലേ, അതാണ് ബേജാറായത്. എന്നാലും ഇപ്പോൾ എന്നോടിപ്പോൾ ഫൈസൽ ഇപ്പോൾ ചോദിച്ചു, ഇപ്പോൾ എന്തേനും എനിക്കറിയില്ല. അല്ലാ മോനെ, എന്നാലും ഉമ്മ എന്നാൽ ആയിക്കോട്ടെ ഇട്ട് തോരക്കിട്ടോ, ഉമ്മാക്കും വേണ്ടി നോമ്പ് ഇല്ലേ? ഉമ്മ ഉണ്ട് അതൊക്കെ. ആയിക്കോട്ടെ എന്നാലേ എൻ്റെ കുട്ടി നല്ല മട്ടത്തിന് വരി. എന്താ വെച്ചാൽ പിന്നെ വരുമ്പോൾ ഫസീലാക്ക് കുറച്ച് കണ്ടറിഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവരണ്ടിട്ടേ, ഓൾക്ക് കറുപ്പപ്പൂതി ഉണ്ടാവുമേ. ഓളെന്ന് വെച്ചാൽ ഇപ്പോൾ തുടങ്ങല്ലേ, മറ്റേ ഇപ്പോൾ കുറച്ച് വലുതായില്ലേ, ഇപ്പോൾ പിന്നെ ആദ്യത്തെ പോലെ തന്നെ അയക്കണമല്ലോ. പിന്നെന്ന് വെച്ചാൽ സൗദൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓളവിടെ കിടക്കുന്നുണ്ട്, ഓൾക്ക് വെയ്യടാ, ഓൾക്ക് തീരെ വെയ്യാന്ന് വെച്ചാൽ ഒന്നുമല്ല. ഓൾ അങ്ങനെ നീച്ചാനും വയ്യ, ഇരിക്കാനും വയ്യ, കെടുക്കാനും വയ്യ. ഞാനും കരുതി വെയ്ക്കാത്ത കുട്ടിയല്ലേ, നമ്മൾ ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാനും വിചാരിച്ചു ഓളവിടെ കിടന്നോട്ടേ എന്ന്. അപ്പോൾ അങ്ങനെ കെടുക്കണം, ഭക്ഷണം ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കും, ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും. എന്നാലും ചിലപ്പോൾ ഒരു ക്ഷീണമാണ്, അവിടെ നിന്നോട്ടെ, പാവല്ലേ, നമുക്ക് എങ്ങനെയൊക്കെ വരിക പറയാൻ പറ്റൂലല്ലോ. ഉമ്മയുടെ സംസാരം അങ്ങനെ നീണ്ടു പോവുകയാണ്. എന്നാൽ ഈ സമയം അതാ പോലീസ് നോക്കുന്നു. അവനോട് പറഞ്ഞു ടൈം കഴിഞ്ഞു എന്നുള്ളത്. ഉമ്മ എന്നാൽ പിന്നെ ഞാൻ ആയിക്കോട്ടെ, കുട്ടിക്ക് പയ്യന്മാർ വർത്താനം പറയാൻ നേരെ കിട്ടണില്ലല്ലോ. അതെ, ഫോട്ടോ വിട്ട് പറ്റുന്നുണ്ടൊരു വീഡിയോ കോളും ചെയ്യും, ഞാൻ ഇവിടെ കാത്തിരിക്കട്ടാ. ഞാൻ നെറ്റൊന്നും ഓഫാക്കണില്ല. ഉമ്മ നെറ്റ് എനിക്കിവിടെ പ്രോബ്ലംസ് ഉണ്ട്, നെറ്റ്വർക്ക് പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് പ്രയാസമായിരിക്കും, ഞാൻ പിന്നെ വിളിക്കേണ്ട. മോൻ എന്നാൽ മരുട്ടിനെ ഫോട്ടോ എങ്കിലും വിട്ടാണേ, ഒന്ന് കാണാനാണ്, പൂതിയായിട്ടാണ് ഉമ്മാക്കേ. ഐഷുമ്മ സങ്കടത്തോടെ അത് പറഞ്ഞപ്പോൾ നവാസ് കരഞ്ഞു പോയി. ഉമ്മ എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം എന്ന് കേൾക്കുന്നതിന് മുമ്പേ അതാ അവൻ ഫോൺ കട്ട് ചെയ്തു അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അവൻ വിതുമ്പി കരഞ്ഞു. സാറേ, എൻ്റെ ഉമ്മയാണ് വിളിച്ചത്, എൻ്റെ ഉമ്മാക്ക് എന്നെ കാണണം പോലും. സാറേ ഞാൻ എന്ത് ചെയ്യാം? നവാസ് സാരല്ല, നിൻ്റെ ബാക്കിയുള്ള ഫയൽസൊക്കെ അവിടെ അപേക്ഷിച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ, ഏതായാലും 10-14 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആയി തുടങ്ങിയില്ലേ കേട്ടോ. പിന്നെ നിനക്ക് എന്താ നോമ്പുണ്ടോ? സാറേ അതെ. അത് സാരല്ല, നോമ്പ് തുറക്കുന്ന സമയം ഇവിടെ ആ ടൈമിന് ഭക്ഷണം ജയിലിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടോ അതും എനിക്കറിയില്ല കേട്ടോ. അല്ല, നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ? വേണ്ട സാറേ, എല്ലാവരും കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചോളാം, ഞാൻ വെള്ളം കുടിച്ചുകൊണ്ട് കിട്ടുകയാണെങ്കിൽ. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 8-9 മണിക്ക് ഞാൻ കഴിച്ചോണ്ട് സാരല്ല സാറേ. എന്നാൽ അവൻ വിതുമ്പി കരയുകയായിരുന്നു. എന്നാൽ ഈ സമയം അതാ പുത്തൻവീട് തറവാട്ടിൽ മുഹറം 10 അന്ന് എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. ഷമ്മാസ് തന്നെ നേരിട്ട് സത്താറിനെ വിളിച്ചു. സത്താർക്ക, നിങ്ങളും ഭാര്യയും മക്കളും വൈകുന്നേരത്തിനാണ്ട് പോരിട്ടോ, ഉമ്മ വരാൻ പറഞ്ഞ. എന്തിനാ ഷാമോനെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുണ്ട്. അല്ല, നിങ്ങൾ പോരി, ഉമ്മ എല്ലാവർക്കും കണ്ടറിഞ്ഞ് അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ അതാ ഉമ്മ പറഞ്ഞു, പൊന്നാര കുട്ടിയെ, ഉമ്മാൻ്റെ കുട്ടിയെ സൗദൻ്റെ ഉപ്പാനോട് പോയി പറഞ്ഞാളി, അതേപോലെ ഇവിടെയും പോയി പറഞ്ഞാളി, ഫസീലാൻ്റെ ഉപ്പാനോട്. ഒരു പ്രായമായവരല്ലേ, അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പോൽക്ക് എളുപ്പം വരായൊന്നും കയ്യായൊന്നും ഉണ്ടാവില്ല, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പോയി പറഞ്ഞാളി. അങ്ങനെ അതാ സൗദിയുടെ വീട്ടിലേക്ക് ഷമ്മാസ് പുറപ്പെടുന്നു, നോമ്പുകാരനായിട്ട് തന്നെ. സൗദിയുടെ ഉപ്പയുടെ വീട്ടിലേക്ക്. ഉപ്പ അവിടെ ദിക്റ് ചൊല്ലിക്കൊണ്ട് ആ കോലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരപ്പത്? മോനെ ഷാമോനെ കയറി വാ പഠിച്ചോനെ. എന്നാൽ അപ്പോഴേക്കും അതാ ഹഫ്സ. ആരേക്ക? അതെ, നമ്മൾ ഷാമോ വന്നിക്കണേ പഠിച്ചോനെ. അതെ, ഷമ്മാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞങ്ങളെ കര കയറ്റിയതാണ് ഷമ്മാസ്. അതെ, ഞങ്ങൾ കോയമ്പത്തൂരിൽ വിഷമത്തോടെ കഴിയുന്ന അവസ്ഥയിൽ ഞങ്ങൾ കരകയറ്റിയത് ഇദ്ദേഹമാണ്. ബഹുമാനത്തോടു കൂടി അതാ മക്കളും ഷാമോനെ വരവേറ്റു. ഇക്കക്ക പോരി. അല്ല മക്കളെ, ഞാൻ വന്നത് എന്താണോ, ശരിക്കും സൗദിയുടെ മറ്റ് 2 അനിയത്തിമാരെയും കണ്ടപ്പോൾ ഷമ്മാസ്
കണ്ണുകൾ നിറഞ്ഞു. കാരണം അവരുടെ ഉമ്മ ജയിലിലാണ്. ഒരു ഇത്താത്തയാണെങ്കിൽ സുഖമില്ലാത്ത അവസ്ഥയിൽ വീട്ടിൽ, മറ്റിത്താത്തയാണെങ്കിൽ ആരുടെ കൂടെ പോയത്. പാവം മക്കളെ കണ്ടപ്പോൾ ഷമ്മാസ് പറഞ്ഞു, മക്കളെ നമുക്ക് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുക. ഏ ഷാമോനെ ഞങ്ങൾ വന്നോളാം, അഫ്സ ഉമ്മ പറഞ്ഞു. അല്ല, നമുക്ക് പോവുക. എല്ലാ കുട്ടികൾക്കും വല്ലാത്ത സന്തോഷമായി. ഉമ്മച്ചി നമുക്ക് ഇപ്പം തന്നെ പോവുക. ഉപ്പ ഉപ്പ നമുക്ക് ഇപ്പം തന്നെ പോവുക. അങ്ങനെ സൗദിയുടെ പിതാവിനോട് ഷമ്മാസ് പറഞ്ഞു, ഞാൻ ഏതായാലും കാറുമായി വന്നതല്ലേ, നിങ്ങളിതിൽ കയറിക്കോളി. ഇനിയിപ്പോൾ ഒരു വരവിന് നിൽക്കണ്ടല്ലോ, പിന്നെ എല്ലാവർക്കും നോമ്പുമല്ലേ. പിന്നെപ്പോൾ എന്താ വരി, നമുക്ക് പോവാം. മോനെ ആ സമയമാകുമ്പോഴത്തേന് അങ്ങനെയെങ്കിലും അല്ലപ്പാ നിങ്ങൾ വരിപ്പാ. അതിനെന്താ, ഉപ്പാനെ മോൾ അവിടെ ഉണ്ടല്ലോ, ഉപ്പാനെ മോളെ വീട്ടിൽ തന്നെയല്ലേ, എന്തപ്പാക്ക് ഇത്ര ടെൻഷന്. മോനെ അത് അല്ലപ്പാ വരി. അപ്പോൾ തന്നെ ഷമ്മാസിൻ്റെ നിർബന്ധപ്രകാരം അവരെല്ലാവരും അതാ ഡ്രസ്സ് മാറ്റി ഷമ്മാസിൻ്റെ കാറിലേക്ക് അതാ കയറുന്നു. അത്യധികം സന്തോഷത്തോടു കൂടി പുത്തൻവീട് തറവാടെന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഐഷുമാക്കും തന്നെ എല്ലാവരും വരുന്നതും ഇഷ്ടമാണ്. എന്നാൽ അല്പസമയത്തിനു ശേഷം അതാ അവർ പുത്തൻവീട് തറവാട്ടിലെത്തി. കുട്ടികളുടെ ചിരിയും ഒച്ചപ്പാടും കേട്ട് അതാ ഐഷുമ്മ ഇറങ്ങി ചെന്നപ്പോൾ മാഷാ അല്ലാ റബ്ബേ, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ ഷാമോൻ ഇനിയൊരു പോക്ക് പോകണ്ടപ്പോൾ തന്നെ നല്ല കൂട്ടിക്കൊടുന്ന ആളാണെങ്ങാണ്ട്. ഉമ്മ അസ്സലാമു അലൈക്കും. ഹഫ്സ എന്ന ആ ഒരു സൗദിയുടെ എളാമ അതാ ഉമ്മയെ ബഹുമാനപൂർവ്വം അവരോട് സലാം ചൊല്ലി. ശരിക്കും ഹഫ്സയെ കണ്ടപ്പോൾ ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ എന്തോരം നല്ലൊരു പെണ്ണാണിത്. ഏതായാലും ഇദ്ദേഹത്തിന് കിട്ടിപ്പോയതാണ് ആ കുഞ്ഞിക്കതിയ. എന്തിനു നന്ന് കുഞ്ഞിക്കതിയാൻ്റെ ആ ഒരു സ്വഭാവം, ഈ പെൺകുട്ടിൻ്റെ ഈ പത്തര മാറ്റു സ്വഭാവം. പഠിച്ചോനെ അല്ലാ, ഇദ്ദേഹം ഭാഗ്യം ചെയ്ത ആളാണ്. എന്നാലും കിട്ടിയല്ലോ. ഓളം അനിയത്തിമാരെ വരെ നോക്കുന്നുണ്ട്. മക്കളെ കയറി മക്കളെ. അതെ, സൗദിയുടെ അനിയത്തിമാരും കുഞ്ഞനിയനും എല്ലാവരും കൂടി അത് അകത്തേക്ക് കയറി. ശരിക്കും അവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. എന്നാൽ നവാസിൻ്റെ കുഞ്ഞിനെ അവർ എടുക്കുവാൻ വേണ്ടി തിരക്ക് കൂടി. 2 കുട്ടികളെയും കൂടെ കണ്ടപ്പോൾ അവർക്ക് ഞാനെടുക്കാം എന്ന് പറഞ്ഞ് തിരക്കായി. എന്നാൽ ഹഫ്സമ്മ പറഞ്ഞു, പൊന്നു മക്കളെ നിങ്ങൾ തള്ളിയിടല്ലേ കേട്ടോ, നല്ല നോക്കി അവിടെ കിടത്തിയിട്ട് ഇരുന്ന് നോക്കിക്കോളി, കൂടെ ഇരുന്ന് നോക്കിക്കോളി, എടുക്കൊന്നും വേണ്ട കേട്ടോ. എന്നാൽ നുസൈബക്ക് അവരെ കണ്ടപ്പോൾ സന്തോഷമായി. പാവം ഹഫ്സമ്മയെ കണ്ടപ്പോൾ ശരിക്കും നുസൈബ് അവരെ കെട്ടിപ്പിടിച്ചു. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. കാണാൻ കഴിഞ്ഞല്ലോ മോളെ, അതും വലിയൊരു സന്തോഷം. എന്നാൽ ഹഫ്സയെ കണ്ടാൽ ശരിക്കൊരു ബീവി തന്നെയാണ്. അവൾ ഹിജാബൊക്കെ ധരിച്ച് അവളുടെ വട്ടമുഖവും ആ മനോഹരമായ പുരികവും ആ മൂക്കും ചുണ്ടും ആ പല്ലുകളും എല്ലാം അത്യധികം മനോഹരമായിരുന്നു. ശരിക്കും ഒരു സെയ്ദത്തെ കുടുംബത്തിൽ പിറന്നതുപോലെയായിരുന്നു അവളുടെ മുഖം കാണുമ്പോൾ. ഐഷുമ്മക്കത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എന്നാൽ ഒച്ചപ്പാടും ബഹളവുമെല്ലാം പുത്തൻവീട് തറവാട്ടിൽ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ജമീലത്താത്ത് വന്ന് പത്തിരി ചുരുണ്ട് 1-2 പണിക്കാരുത്തികളെയും വിളിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് ചോറിൻ്റെ പരിപാടി കാര്യങ്ങൾ, പത്തിരിയും ഇറച്ചിയും നെയ്പ്പത്തലും അതുപോലെ തന്നെ പായസവും ജ്യൂസുകളും അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസും പൊരികളും ഒരു ഭാഗത്ത് അങ്ങനെ പൊരിയുന്നു. അങ്ങനെ നല്ല രീതിയിൽ നോമ്പുതുറയുടെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും സജീവമാണ്. എന്നാൽ സൗദ ആ ഭാഗത്തേക്ക് എഴുന്നേൽക്കുകയോ ഒന്ന് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നുസൈബ് എല്ലാത്തിനും മണ്ടിപ്പായുന്നുണ്ട്. എന്നാൽ ഹഫ്സ വന്നതോടുകൂടി ഹഫ്സയും എല്ലാത്തിനും കൂടി. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, പൊന്നു മോളെ നിന്നെ ഞാൻ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ട് പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതിനെന്താ ഉമ്മ, ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ സന്തോഷം. സത്യം പറഞ്ഞാൽ ഐഷുമ്മയ്ക്ക് അവരെ വലിയ കാര്യമാണ്. തിരിച്ചങ്ങോട്ട്, ഉമ്മ ഇനി എന്താ ചെയ്യേണ്ടത്, ഞാനൊക്കെ ചെയ്തോളാം ഉമ്മ. എല്ലാ ജോലികളും നല്ല രീതിയിൽ ചെയ്യുകയാണ് ഹഫ്സ പറഞ്ഞത് കേൾക്കാതെ. എന്നാൽ ഈ സമയം സൗദ ഒച്ചപ്പാളും ബഹളമൊക്കെ ഉണ്ട്. കുട്ടിയെപ്പോലും നോക്കുന്നുമില്ല, അവളവിടെ കിടക്കുകയാണ്. എന്നാൽ ഹഫ്സ ചോദിച്ചു, ഉമ്മ സൗദ ഇപ്പം എങ്ങനെയുണ്ട്, സുഖമുണ്ടോ മോളെ? ഇപ്പോഴും എന്താ പറയുക, ചിലപ്പോൾ നല്ലഞ്ചേൽക്ക് ചിലപ്പോൾ എങ്ങനെ. ഞാൻ പോയി നോക്കിയിട്ടില്ല, ഇന്നൊരു പക്ഷെ ചിലപ്പം പറ്റിയില്ലെങ്കിലെന്ന് വിചാരിച്ചിട്ട്. മോള് പോയി നോക്ക്. അങ്ങനെ സൗദിയുടെ റൂമിലേക്ക് ഹഫ്സ കടന്നു വന്നു. അവളുടെ അനിയത്തിമാരും. മോളെ സൗദ, ആരാണ് മോളെ, എന്നെ മറന്നോ? ഉമ്മ എന്നടി. ഉമ്മേ, എൻ്റെ ഉമ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? പെട്ടെന്ന് അവളുടെ ആ ഒരു വാക്ക്, മോളെ മറന്നു എന്നെ, ഹഫ്സുമ്മേടി. ഓ അങ്ങനെ, നിങ്ങളെന്തിനും വന്നെങ്കിട്ട്? നോമ്പ് തുറയല്ലേ മോളെ എന്നിവിടെ?
മോൾ എന്തോന്ന് എണീറ്റ് നടന്നോക്കാം. ഇവിടെ ഇങ്ങനെ കിടന്നുകാണ്ട് എന്തെങ്കിലും ആവൂലേ? വാ എണീറ്റ് നടക്ക്. എൻ്റെ പൊന്നാര എൻ്റെ അഫ്സൂമ്മ, കയ്യൂല, എണീറ്റ് നടക്കാനൊന്നും കയ്യൂല. നിങ്ങളവിടെ പോയിക്കോളി, ഞാൻ ഇവിടെ നിന്ന് കിടന്നാട്ടെ. എന്നാൽ അനിയത്തിമാർ അത് സൗദിയുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്ത് ഇത്താത്ത, എന്ത് സൗദത്തെ, എണീക്ക് ഇത്തത്തെ വാ. അതെ, അവളുടെ നേരെ അനിയത്തിമാർ സൗദയുടെ കൈകൾ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഇത്താത്താക്ക് സുഖമില്ലടി, നിങ്ങൾ പോയിക്കോളി, കുട്ടിയെ നോക്കിക്കോളിട്ടോ, ഇങ്ങോട്ട് വരണേ, കുറച്ചും കൂടി കിടക്കട്ടെ. എന്നാൽ സൗദ മടിച്ചിയായി അവിടെ തന്നെ കിടന്നു. ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും ജോലി ഏൽപ്പിക്കും എന്ന് കരുതിയിട്ടാണോ അറിയില്ല. എന്നാലും വന്നവരൊക്കെ സൗദയെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഫസീലയും കുഞ്ഞും ഉമ്മയും ഉപ്പയും അവരെല്ലാവരും എത്തിത്തുടങ്ങി. ഉമ്മ പറഞ്ഞിരുന്നു ഫസീലയോട്, ഫസീല ഇപ്പം തന്നെ വിളിക്കണ്ട, ഓൾക്ക് ഇപ്പം തുടങ്ങണ അസുഖമൊക്കെ ആവുമ്പോഴേ ഛർദി അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഓൾക്ക് ഇടങ്ങാറേക്കാരം. പിന്നെ നോമ്പ് ഞാൻ പറഞ്ഞു തന്നാൽ എനിക്ക് വയ്ക്കൂലെന്നുണ്ട്, നോൽക്കണ്ടെന്ന് പറഞ്ഞിനു. അതും നോറ്റക്കണ്. നിറവയറുമായി സമീറയും. ശരിക്കും അതാ സമീറയെക്കുറിച്ച് എല്ലാവരും എന്തായി, ഡേറ്റ് ആയോ? ആ അതെ, ഡേറ്റ് ആയിക്കണ്. എന്നാ ഈ മാസം ലാസ്റ്റ്. അപ്പോൾ 4 ദിവസം കൂടെ ഒക്കെ തന്നെ ഉള്ളല്ലേ? അതെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. ഇതെന്താ 3 കുട്ടികളുണ്ട് പള്ളിയിൽ? അത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ഐഷമ്മ അങ്ങോട്ട് വന്നു. അല്ല, 3 എണ്ണമൊന്നുമില്ല, 2 എണ്ണം തന്നെ ഉള്ളൂ. എന്തേ? അപ്പോൾ തന്നെ ഐഷമ്മ അതിന് മറുപടി പറഞ്ഞു. ഐഷമ്മക്കത് പറ്റിയില്ല. മോളെ സെമിയെ, മാൻ്റെ കുട്ടി ഇവിടെ ഒന്നാണ്, ഇവിടെ ഒരു ഭാഗത്തേക്കൊണ്ട് ഒഴിഞ്ഞാളെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പള്ള തട്ടലും ഒയ്യലും ഇതൊക്കെ ആയിക്കാണ്ട് എന്തെങ്കിലും പറ്റും. ഇങ്ങോട്ട് വന്നാണ്, ചെറുതുകൊണ്ട് ഒഴിഞ്ഞെന്നാ, ഇവിടെ വന്നാ, വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അതാ ഐഷമ്മ സമീറയെ കൊണ്ടുപോയി ഒരു റൂമിലേക്ക് ആക്കുന്നു. മോൾ ഇവിടെ നിന്നോ? അല്ലമ്മ, എനിക്ക് വേണ്ട, എനിക്കെന്താ, ഞാൻ നടന്നോളാം, എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം ഞാൻ. ഇജിപ്പോൾ ചെയ്യല്ലേ പൊന്നാരൻ്റെ കുട്ടിയെ. ഒരു വാത്ത് കണ്ട് ഒതുങ്ങി നിന്നാളെ. മറ്റെന്താന്ന് ഇനിയിപ്പോൾ കാണുന്നോല് മുഴുവൻ പള്ളനെ പറ്റി ചോദിച്ചു ആരൊക്കെ വരുന്നുണ്ട്. ഒരു ഇതൊക്കെ പറഞ്ഞും ചെയ്തേക്കണ്. അങ്ങനെ അതാ മുഹറം 10 നോമ്പ് തുറക്ക് വേണ്ടി പുത്തൻ വീട് തറവാട് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ വിഭവങ്ങളും അതാ ഒക്കെ റെഡിയായി. ഈ നിമിഷം അതാ ഫസീല ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, മോളെ, ഓലവിടെ ഇരുത്തിയില്ലേ? അല്ലാ, അവരെ കാണാനും പോയിട്ടില്ല. ഇരിക്കിട്ടോ. ഫസീലയുടെ ഉമ്മയും ഉപ്പയും നല്ല രീതിയിൽ തന്നെ അവർ ബഹുമാനിച്ചു. അതുപോലെ തന്നെ സൗദിയുടെ പിതാവിനെയും ഉമ്മ നല്ല രീതിയിൽ തന്നെ ബഹുമാനിച്ചിരുത്തി. സന്തോഷത്തോടു കൂടി അവരുടെ വീട്ടിലെ നോമ്പ് തുറക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായി. എല്ലാവരും നോമ്പ് തുറക്കുവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഉമ്മ ഓർത്തു, പഠിച്ചോനെ, എൻ്റെ കുട്ടി നവാസ്, ഓൻ എന്തിപ്പോൾ ഇങ്ങനെ ആയിപ്പോയത്, എനിക്കറിയില്ല റബ്ബേ. ഏതായാലും പുത്തൻ വീട് തറവാട്ടിൽ അതാ ആളുകൾ നിറഞ്ഞു. ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രാർത്ഥനയും നടന്നു. റഹ്മാനെ, പടച്ച റബ്ബേ, ഈ വീട്ടുകാർ ഓരോ നോമ്പിനും അതുപോലെ തന്നെ പെരുന്നാൾക്കായാലും എല്ലാത്തിനും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും വളരെയധികം നല്ല ആളുകളാണ്. റഹ്മാനെ, പടച്ച റബ്ബേ, ഇവരുടെ ജീവിതത്തിൽ നീ ഹൈറും ബർക്കത്തും വീണ്ടും വീണ്ടും പ്രദാനം ചെയ്യണം റഹ്മാനെ. ആമീൻ. പടച്ച റബ്ബേ, ഈ വീട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പടച്ച റബ്ബേ, അല്ലാഹുവേ, നീ അതെല്ലാം തീർത്ത് കൊടുക്കണേ റഹ്മാനെ. എന്തെങ്കിലും വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ ഒരു സദസ്സിൽ പങ്കെടുത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പടച്ച റഹ്മാനെ, അല്ലാഹുവേ, നീ അതെല്ലാം ശരിയാക്കി തരണേ റഹ്മാനെ. ആമീൻ. യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഫൈസി ഉസ്താദിൻ്റെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആശ്വാസമാണ്. ശരിക്കും നമ്മുടെ സൗദിയുടെ ഉപ്പയും ഫസീലയുടെ ഉപ്പയും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം. നുസൈബയുടെ ഉപ്പയെ വിളിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നോമ്പിനാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ട് അവർ വന്നിട്ടില്ല. ഷമ്മാസ് പറഞ്ഞു, ഉപ്പ, ഞാൻ നിങ്ങളെ കൊണ്ടുവന്നാക്കി തരാം, ഞാൻ തിരിച്ചാക്കി തരാം മോനെ, എല്ലാവർക്കും നീ തന്നെയല്ലേ ഉള്ളത്, അതുകൊണ്ട് മോനെ ഇൻഷാ അല്ലാ ഞങ്ങൾ പിന്നെ ദിവസം വരണ്ടേ കേട്ടോ. അങ്ങനെ അതാ അവരെത്തിയിട്ടില്ല. എന്നാൽ ഐഷുമ്മക്ക് അതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. മോളെ നുസിയെ, വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലേടി. അതിനുമ്മ, കുഴപ്പമൊന്നുമില്ല, അത് ഇനിയിപ്പോൾ അവർ വന്നോളും, അതിപ്പോൾ വിളിക്കായിട്ടല്ലല്ലോ. എന്നാൽ ഷാമോനെ ഞാൻ പറഞ്ഞയച്ചാലോ? ഉമ്മ, ഇനിയിപ്പോൾ സമയമുണ്ടോ? അതിനിപ്പോൾ എന്താടി, അത് സാരമില്ല, അത് പിന്നെ ഒരു ദിവസം വന്നോളുമ്മ, അത് പറഞ്ഞിട്ട് ഫലമില്ല മോളെ. എന്നാൽ ഈ സമയം ഉമ്മ ഷാമോനെ വിളിക്കുവാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഷാമോനെ കാണുന്നില്ല. എവിടെ ഷാമോനത്? മോന്തിപ്പോൾ എവിടെ പോയി കിടക്കുക റബ്ബേ? ഈ കുട്ടിത് എവിടെ? ഇവനതിപ്പോൾ എവിടെ പോയി കിടക്കുക? ഷാമോനെ. ഉമ്മ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അതാ ഷാമോൻ്റെ കാറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്.
ശരിക്കും ഐഷുമ്മ ഞെട്ടിപ്പോയി. പടച്ചോനെ, അതാ നുസൈബാൻ്റെ ഉമ്മയും ബാപ്പയും കുട്ടികളൊക്കെ വന്നിക്കണ്. ഐഷുമ്മക്ക് വല്ലാത്ത സന്തോഷം. പടച്ച റബ്ബേ ഇങ്ങോട്ട് കയറി വരി. അല്ലാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ അങ്ങനെ ഇടങ്ങാറായി നിൽക്കേനു കേട്ടോ. ഇനിയിപ്പോൾ എന്താ നിങ്ങൾ വരൂല എന്ന് പറഞ്ഞപ്പോൾ പടച്ചോനെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൊടുക്കാനെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കേനു. ഏതായാലും ഷാമോൻ അപ്പോത്തിന് അവിടെ എത്തിയില്ലേ. ഷാമോൻ എന്നോട് മുണ്ടാതെ അല്ലടാ പോയത്. ഞാൻ അങ്ങനെ അന്നെ തിരഞ്ഞെടുക്കുക പോലെ ഒന്ന് വിളിച്ചു വെക്കാൻ. ഉമ്മ, ഞാൻ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവർക്കും ഓട്ടോ വിളിച്ച് വന്നിട്ട് വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവരെ വിളിച്ചു. അല്ലുമ്മ, റെജിനത്ത് പോലോ അവർ എത്താന്ന് പറഞ്ഞേക്കണം. എത്തുമായിരിക്കും, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല. സാജിയും ഭർത്താവും മക്കളും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. പുത്തൻവീട് തറവാട്ടിൽ ആളുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും സാജിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ സാജി, ഏതായാലും വല്ലാത്തൊരു ബർക്കത്ത് തന്നെ കേട്ടോ ഈ വീട്ടിൽ പടച്ച റബ്ബ് നൽകിയിട്ടുള്ളത്. കണ്ടില്ലേ എത്രമാത്രം ആളുകളാണ്, എത്ര വിഭവസമൃദ്ധമായ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അല്ല സാജി, നിനക്ക് കുറച്ച് നമുക്ക് നേരത്തെ പോന്നാൽ മതിയായിരുന്നു അല്ലേ? കുറച്ച് എൻ്റെ ഇക്കായോടൊക്കെ പണിക്കാരുണ്ടാവില്ല എല്ലാത്തിനും. അങ്ങനെയല്ലല്ലോ, എന്നാലും കുറച്ച് നേരത്തെ കാലത്ത് എത്തുമ്പോഴേ ഉമ്മാക്കും സന്തോഷമാവൂലേ. എന്നാൽ സാജിക്ക് അത്ര ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഈ കാര്യത്തിനോടൊന്നും. സാജി, നിനക്കല്ലെങ്കിലും നിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളിൻ്റെ ഒന്നും സ്വഭാവം എന്നല്ല, കുറച്ച് സ്വഭാവത്തിലൊരു മാറ്റമുണ്ട്. അത്ര ഉത്സാഹമൊന്നുമില്ല നിനക്ക് ഈ കാര്യത്തിനൊന്നും. എൻ്റെ ഇക്ക ഇവിടെ വന്നാലും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്ക് പിന്നെ താല്പര്യമില്ല അങ്ങനെ ആ സമയത്തൊക്കെ വരിക എന്നല്ലാതെ. ഇവിടെ തന്നെ എല്ലാവരും ഉണ്ടാവും, ഉമ്മാക്ക് എല്ലാവരും കൂട്ടുകാരാണ്, എല്ലാവരും ആൾക്കാരാണ്. ഈ സമയം അതാ ഉറുക്യാത്തയും റാഹിലയും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ ജമീലത്താത്ത കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ റുക്യാത്ത പറഞ്ഞു, അല്ലടി എടി എൻ്റെ ഓള് ഇവിടെ ഉണ്ടോ? എന്തായി? ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, കൊളത്തിപ്പൊടിയൊക്കെ മാറിയിക്കണോ? എന്നാലും 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് കരുതട്ടാ. നല്ലോണം കരുതുക. ഇവിടുന്നൊക്കെ ആശുപത്രി കൊണ്ടുപോകാൻ നിങ്ങൾ ഇഷ്ടം പോലെയാണ്. ഞാൻ ഇപ്പോൾ ഒന്നും പറയണില്ല, അപ്പോഴത്തെ കാലൊക്കെ അല്ലേ. അഥവാ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ ആൾക്കാർക്ക് പിന്നെ അതൊരു പറച്ചിലേക്കാരം. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും പടച്ച റബ്ബി നമുക്ക് ഇങ്ങോട്ട് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തരും. കൊണ്ടുപോകാൻ വിചാരിച്ച കുട്ടികളാണെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യും. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് ഒരു കുഴപ്പമില്ല, നല്ല മട്ടത്തിൽ റാഹത്താക്കി തരട്ടെ. ആമീ. എടി ആയിഷോ, ഉസ്താദിൻ്റെ ക്ലാസ് കിട്ടിയില്ലടി. എന്താലേ ക്ലാസ്, എനിക്ക് ഇങ്ങോട്ട് ഈ ഉസ്താദിൻ്റെ ക്ലാസ് ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കണം എന്നൊരു തോന്നലാണ്. അല്ലേ, ഞാനൊക്കെ എങ്ങനെ നടന്നിൻ്റെ ഒരു മനുഷ്യത്തേനും. ഞാൻ അവിടെ പറഞ്ഞ് ഇവിടെ പറയും, ഇവിടെ പറഞ്ഞ് അവിടെ പറയും, അങ്ങനെ. ഇപ്പോൾ നോക്ക്, ഞാൻ ഒരു മുഹറത്തിൽ ഉസ്താദ് പറഞ്ഞത് നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിനല്ലോ. നിങ്ങളൊരു തീരുമാനം എടുക്കണം, അതായത് മുഹറത്തിൽ ഞാനൊരു തെറ്റും ചെയ്യൂല എന്നുള്ളൊരു തീരുമാനം എടുക്കണമെന്ന് ഉസ്താദ് പറഞ്ഞതിൻ്റെ ശേഷടി ഞാൻ വിചാരിച്ചേക്കണം എൻ്റെ നാവോണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒരാളെ ഏഷനും പരദൂഷണവും പറയില്ലാന്ന്. സത്യം മരിച്ചു പോകേണ്ട തടിയല്ലേ. ഏത് നിമിഷവും നമുക്ക് പഠിച്ചോനെ എങ്ങനെയൊക്കെ ഏതൊക്കെ നമ്മളെ മരണം കണക്കാക്കിയത് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഡീ ഞാൻ. റുക്യാത്തിയുടെ വർത്താനം തീരുന്നില്ല. എന്നാൽ പെട്ടെന്നതാ ഷാമോൻ ആരൊക്കെയോ കാത്തു നിൽക്കുന്ന പോലെ അവൻ ആ ഗേറ്റിനടുത്തേക്ക് ചെല്ലുന്നു. ഷാമോനെ ഉമ്മ വിളിക്കുന്നു. എന്തേ ഇനിയിപ്പോൾ ആരാ എന്നുള്ള നിലയിൽ. എന്നാൽ ബാങ്ക് കൊടുക്കുവാൻ ഇനി വെറും 10 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ടേബിളിൽ വെള്ളവും ജ്യൂസും തരിക്കഞ്ഞിയും പൊരിക്കടികളും ഫ്രൂട്ട്സും പലഹാരങ്ങളുമെല്ലാം നികത്തി. എല്ലാവരും ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ നിമിഷം നമ്മുടെ ഉസ്താദ് പ്രാർത്ഥിച്ചു. അതെ, മറ്റൊന്നുമല്ല, ബാങ്ക് കൊടുക്കാൻ നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണല്ലോ നമ്മുടെ ഉസ്താദ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അല്ലാഹുവേ റഹ്മാനെ, പടച്ച റബ്ബേ, അല്ലാഹ് എൻ്റെ ഭാര്യ സമീറ റഹ്മാനെ, അല്ലാഹുവേ അവളുടെ പ്രസവം നീ എളുപ്പമാക്കി തരണേ അല്ലാ. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ റഹ്മാനെ അവൾക്ക് നീ സുഖപ്രസവം പ്രദാനം ചെയ്യ റഹ്മാനെ, ആമീൻ. അദ്ദേഹം ഹൃദയം പൊട്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ പെട്ടെന്നതാ ബാങ്ക് കൊടുക്കുവാൻ വെറും 5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഷമ്മാസ് പുഞ്ചിരിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. തൊട്ടു പിറകിലായിക്കൊണ്ട് അതാ നമ്മുടെ വാഫി ഉസ്താദും ഹിജാബ് അണിഞ്ഞുകൊണ്ട് മിസ്രിയും. ഒരു നിമിഷം എല്ലാവരുടെയും നോട്ടം അവരുടെ നേർക്കായി. എന്നാൽ നമ്മുടെ കുഞ്ഞ് നോമ്പ് തുറക്കുവാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു സമയത്താണ് തൻ്റെ പ്രിയപ്പെട്ട ഹിജാബി, അതെ തൻ്റെ പ്രിയപ്പെട്ട മിസ്രി കടന്നു വരുന്ന ആ ഒരു രംഗം അവന് കണ്ടത്. അല്ലാ, മുഹറം മാസത്തിൽ നോമ്പ് തുറക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ
ഇത്രക്കും വലിയൊരു സന്തോഷം നീ എനിക്ക് അല്ലാ തന്നല്ലോ. ഒരു നിമിഷം അവൻ എഴുന്നേറ്റ് നിന്ന് പോയി. അതെ, അവരുടെ പിന്നാലെ പോകണോ അതോ ഇരിക്കണോ എന്നുള്ള രീതിയിൽ മിസ്രി അവൻ്റെ അടുത്ത് കൂടെ അങ്ങ് പോയപ്പോൾ ശരിക്കും അവൻ അവളുടെ ഷാള് കൊണ്ട് അവൻ്റെ മുഖത്തൂടെ അതങ്ങ് ഒഴുകിപ്പോയപ്പോൾ അവൻ കണ്ണടച്ചത് ഒരു നിമിഷം അതെ ആസ്വദിക്കുകയാണോ എനിക്കറിയുന്നില്ല. അവന് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എന്നാൽ ഷമ്മാസ് വരുന്ന വഴിയിൽ അതാ കുഞ്ഞുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. കുഞ്ഞു റാഹത്തല്ലേ? എന്നാൽ ഈ ഒരു സർപ്രൈസ് അതൊരിക്കലും കരുതിയില്ല. കുഞ്ഞുവിൻ്റെ മിസ്രി തിരിച്ചു വന്നിരിക്കുന്നു പുത്തൻ വീട് തറവാട്ടിലേക്ക്. അതെ, അതൊക്കെ നേരത്തെ തന്നെ ഷമ്മാസ് വിളിച്ച് സെറ്റാക്കിയിരുന്നു. ഇന്ന് നോമ്പ് തുറക്ക് എല്ലാവരും എത്തണമെന്ന് ഉമ്മയുടെ നിർബന്ധമാണെന്നും എല്ലായിടത്തും പറയണമെന്നുള്ള ഡ്യൂട്ടി എനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിരുന്നു. എന്നാൽ ഇന്ന് ഈ നോമ്പ് തുറ സമയത്ത് മിസ്രിപ്പെണ്ണ് അങ്ങോട്ട് കടന്നു വരുന്നത് കുഞ്ഞുവിൻ്റെ ഹൃദയത്തിൽ വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കി. ഒരു നിമിഷം അവൻ പ്രാർത്ഥിച്ചു, റബ്ബേ അള്ളാഹുവേ, അടുത്ത വർഷം ഈ മുഹറം ആകുമ്പോഴേക്കും എനിക്ക് അവൾ എൻ്റെ ഭാര്യയായി കിട്ടിയാൽ എത്ര നന്നായിരുന്നു അല്ലാ. അവൻ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ മിസ്രിയെ സ്വീകരിക്കാൻ ഐഷുമ്മയും നുസൈബയും എല്ലാവരും അവിടെ തയ്യാറായി നിന്നു. മാഷാ അല്ലാ, പഠിച്ചവനെ എൻ്റെ കുട്ടി വന്നോ? അതെ, മിസ്രിയെ ഉമ്മ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു ഇരു കവളുകളിലും. എൻ്റെ കുട്ടി വന്നല്ലോ, എൻ്റെ റബ്ബേ. ഞാനിങ്ങനെ വിചാരിച്ചു. ഞാൻ ഷാമോനോട് പറഞ്ഞേക്കണം, പൊന്നാര മോനെ എല്ലായിടത്തും പറഞ്ഞട്ടോ, അവരും വിളിച്ച് നോക്കട്ടെ. നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് കൊണ്ടുവരാനും പറ്റുമല്ലോ. ലീവിനനുസരിച്ചൊക്കെ അനുസരിച്ച് ഉമ്മാൻ്റെ കുട്ടി ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. എന്നാലും മക്കളെ നിങ്ങളൊന്ന് വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. റബ്ബേ റാഹത്തായി പഠിച്ചോനെ. മിസ്രി ഉമ്മക്ക് വല്ലാത്തൊരു സന്തോഷം കണ്ടപ്പോൾ മോള് കുഴങ്ങിക്കണോ പഠിച്ചോനെ. അപ്പോൾ അവിടെ ഇരുന്നോളി. സ്നേഹത്തോടെ മിസ്രിയെ ഉമ്മ ചേർത്ത് പിടിക്കുന്നതും കണ്ട് എല്ലാവരും അവരെ നോക്കി. എല്ലാവരും ചോദിച്ചു, ആരാണത്? ആരെയും നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, ആ പെണ്ണേതാ? എന്ത് രസമാണോ പഠിച്ചോനെ. എന്നാൽ അവൾ അവിടെ അടുക്കളയിലെത്തിയിട്ടും ഹിജാബ് പൊന്തിച്ചില്ലായിരുന്നു. ഉമ്മ പറഞ്ഞു, മോളെ എന്നാ നോമ്പ് തുറക്കാനയക്കണേ ഇതാ എന്ന് പറഞ്ഞ് അതാ അവർക്കുള്ള വെള്ളവും ഈത്തപ്പഴവും എല്ലാം ഇരിക്കുന്ന ആ ടേബിളിൻ്റെ ഭാഗത്തേക്ക് മിസ്രിയെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മ കൊണ്ടുപോയി. എൻ്റെ അടുത്ത് നിന്നോട്ടെ, ഇവിടെ നിന്നോട്ടെ. സ്നേഹത്തോടെ അങ്ങനെ അതാ എല്ലാവരും കൂടെ നോമ്പ് തുറക്കുകയാണ്. എന്നാൽ മിസ്രി ആ നിമിഷം അവളുടെ ഹിജാബ് ഒന്ന് പൊക്കി. അതെ, ബാങ്കിൻ്റെ ആ ഒരു മനോഹരമായ ബാങ്കുലിനാദം അതാ പള്ളിയിൽ നിന്ന് മുഴങ്ങി കേൾക്കുകയാണ്. മുഹറം 10 മഗ്‌രിബ് ബാങ്കാണ് കേൾക്കുന്നത്. എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അല്ലാഹുമ്മ ലകസുംതു അലാ റിസ്ഖിക അഫ്തർതു എന്ന് പറഞ്ഞുകൊണ്ട് അതാ നോമ്പ് തുറക്കുന്നു. ഒരു നിമിഷം എല്ലാവരുടെയും കണ്ണുകൾ മിസ്രിയുടെ മുഖത്തേക്കെന്ന പോലെയായി. അതെ, അവളുടെ മുഖം കൂടുതൽ പ്രകാശമായിരുന്നു. എന്നാൽ നമ്മുടെ കുഞ്ഞുവിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം, വല്ലാത്തൊരു സന്തോഷം. അതെ, ഞാൻ ആഗ്രഹിച്ച എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന ആ പെണ്ണ് അതെ തൻ്റെ മിസ്രി നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷമായിരുന്നു കുഞ്ഞുവിന്. എന്തെന്നറിയില്ല. എന്നാൽ കുഞ്ഞുവിൻ്റെ തൊട്ടടുത്തായിട്ട് ഷമ്മാസും വന്നിരുന്നു നോമ്പ് തുറക്കാൻ. കുഞ്ഞു റാഹത്തല്ലേ, വേഗം കഴിക്കട്ടെ മോനെ. എന്നാൽ ഷമ്മാസ് അവനെ ഒരു ആക്കി പറച്ചില്ലായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞു സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുമ്പോൾ അതാ ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി. ഷമ്മാസ് അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറുക്കി കാണിച്ചു. എന്തൊക്കെയാടാ? അപ്പോൾ ഇനി നമുക്ക് വൈകിപ്പിക്കണ്ട കേട്ടോ. ശരിക്കും ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത കുഞ്ഞുവിന് വല്ലാത്തൊരു ആഹ്ലാദം, സന്തോഷം. അറിയില്ല എന്തെന്ന്. പഠിച്ചോനെ, ഇത്രക്കും നല്ലൊരു സന്തോഷം എനിക്ക് ഈ ദിവസം നീ തരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അല്ലാ. അവൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നായിപ്പോയി. അങ്ങനെ അതാ പുത്തൻ വീട് തറവാട്ടിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി നോമ്പ് തുറക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, മിസ്രി വന്നു അല്ലേ? മിസ്രി വന്നാൽ ഇനി എന്തായിരിക്കും? കുഞ്ഞുവിൻ്റെ മനസ്സിൽ ഒരു പക്ഷേ മിസ്രി മാത്രമായിരിക്കും. എന്നാൽ ഷമ്മാസ് പറഞ്ഞ ആ ഒരു കാര്യം അതെ നവാസിനോട്, അതെ നവാസ്, കുഞ്ഞുവിൻ്റെ കല്യാണത്തിന് എന്നെ കാക്കണമെന്നില്ല കേട്ടോ. അവൻക്ക് ഇഷ്ടപ്പെട്ടത് ഹലാലായത് നീ അത് നടത്തി കൊടുക്കണം കേട്ടോ. എന്നാൽ ഷമ്മാസിന് അതൊരു കടമയായിട്ട് തോന്നി. എങ്ങനെയെങ്കിലും അവരെ ഒരുമിപ്പിക്കണം പെട്ടെന്ന് തന്നെ. അതായിരുന്നു ഷമ്മാസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തകൾ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.